നമസ്കാരം. ഒന്നാം അംഗം പിഴച്ച ഡൊണാൾഡ് ട്രംപ് ആ പിഴവെല്ലാം തിരുത്തിയാണ് രണ്ടാം അംഗത്തിനെത്തിയത്. എന്നാൽ ഇത്തവണയും ട്രംപിന് പിഴവ് സംഭവിച്ചോ എന്നാണ് സംശയം. രണ്ടാം ഊഴത്തിൽ അധികാരമേറ്റ ഉടൻ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തുകയും കരാറുകൾ ഒപ്പുവെക്കുകയുമായിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പ്രഖ്യാപനമായിരുന്നു രാജ്യത്ത് സ്ത്രീ, പുരുഷൻ എന്ന രണ്ട് വിഭാഗം മാത്രമേ ഉള്ളൂവെന്നും ട്രാൻസ് വിഭാഗത്തെ അംഗീകരിക്കില്ല എന്നതും. ഇതിനൊപ്പം തന്നെ കുടിയേറ്റക്കാർക്ക് പൗരത്വം നൽകുന്ന നിയമം എടുത്തുകളഞ്ഞു. ഇതിനെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയർന്നത്. കുടിയേറ്റക്കാരുടെ മക്കൾക്ക് ജന്മാവകാശ പൗരത്വം നൽകുന്നത് റദ്ദാക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെച്ച ട്രംപിന്റെ നടപടിക്കെതിരെ US അപ്പീൽ കോടതി രംഗത്തെത്തിയിരിക്കുകയാണ്. അമേരിക്കൻ പ്രസിഡന്റായി വീണ്ടും അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് ആദ്യം ഒപ്പുവെച്ച ഉത്തരവുകളിലൊന്നായിരുന്നു ജന്മാവകാശ പൗരത്വ റദ്ദാക്കൽ. ഇത് അടിയന്തരമായി നടപ്പാക്കാൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് ട്രംപ് ഭരണകൂടം സമർപ്പിച്ച അപ്പീലിലാണ് കോടതി തള്ളിയത്. സാൻ ഫ്രാൻസിസ്കോയിലെ 9ാമത് US അപ്പീൽ കോടതിയുടേതാണ് നടപടി. അമേരിക്കയിലെ നിയമവിരുദ്ധ കുടിയേറ്റത്തിനും അതിർത്തിയിലൂടെയുള്ള കടന്നുകയറ്റത്തിനുമെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ഉറപ്പു നൽകിയായിരുന്നു റിപ്പബ്ലിക്കൻ പാർട്ടി വീണ്ടും അധികാരത്തിലെത്തിയത്. ഇതിന്റെ ഭാഗമായി സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ നിർണായക ഉത്തരവുകൾ ട്രംപ് ഒപ്പുവെച്ചു. കുടിയേറ്റം നിയന്ത്രിക്കുന്നതിനും അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുന്നതിനും ജന്മാവകാശ പൗരത്വ നിയമം റദ്ദാക്കൽ ട്രംപ് സർക്കാർ തീരുമാനമെടുത്തു. അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികളുടെ അമ്മയോ അച്ഛനോ US പൗരനാകണം. അതുമല്ലെങ്കിൽ നിയമപരമായ സ്ഥിരതാമസക്കാർ ആയിരിക്കണം. അല്ലാത്തവരുടെ മക്കൾക്ക് US പൗരത്വം നൽകുന്നത് തടയുന്ന നിയമത്തിലായിരുന്നു ട്രംപ് ഒപ്പുവെച്ചത്. എന്നാൽ ഈ ഉത്തരവ് ഭരണഘടനാ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ ഹർജി അപ്പീൽ കോടതി തള്ളുകയായിരുന്നു. നേരത്തെ ഇതേ വിധിക്കായിരുന്നു കീഴ്ക്കോടതിയും പുറപ്പെടുവിപ്പിച്ചത്. ഇനി സുപ്രീം കോടതിയും സമീപിക്കാനാണ് ട്രംപ് ഭരണകൂടത്തിന്റെ മുമ്പിലുള്ള ഏക പോംവഴി. നിലവിൽ അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ആർക്കും US പൗരത്വം ലഭിക്കും. അനധികൃതമായി കുടിയേറിയവരുടെ മക്കൾക്കും ഇത്തരത്തിൽ ജന്മാവകാശമായി പൗരത്വം ലഭിക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടെയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി കർശന നടപടി സ്വീകരിച്ചത്. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.